മനസ്സിലായില്ലേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? അതെ, നമ്മൾ ബ്ലൈൻഡ് ബാഗാണ് സെറ്റാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എന്ത് തീം എടുക്കുന്ന ആലോചിച്ചപ്പോഴാണ് ലബൂബ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. എന്തായാലും ഷോർട്സിന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂസ് കിട്ടിയതല്ലേ, കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്കിന്നൊരു ലബൂബു ബ്ലൈൻഡ് ബാഗ് ചെയ്താലോ? അതിന് വേണ്ടി പിൻട്രസ്റ്റ് എന്നാതെ ഒരു 5-6 ലബൂബൂസ് ഉള്ള ഒരു പിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മെയിൻ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ, സ്റ്റിക്കറൊക്കെ ചെയ്യുന്നത് പോലെ ഫോണിലെ ടാബിൽ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ എല്ലാം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കളർ ചെയ്താലോ? അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർ ഇഷ്ടമുള്ള കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് കൊടുക്കാം. ബ്രൗൺ, പിങ്ക്, ഗ്രീൻ, യെല്ലോ, ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് അതിനൊന്ന് വേഗം കളർ ചെയ്തെടുക്കാം. ആക്ച്വലി കളർ ചെയ്യുന്നത് രസമുള്ള പരിപാടിയാണ്. ജസ്റ്റ് കാണുമ്പോൾ, സ്പീഡിൽ കാണുമ്പോൾ ജസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടാലോ? അങ്ങനെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമുക്ക് അവരുടെ കണ്ണുകൾക്കൊക്കെ ഒന്ന് കളർ ചെയ്താലോ? ബ്ലാക്ക്, ബ്രൗൺ, ഓരോരുത്തർക്ക് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് ഒന്ന് കൊടുക്കാം. പിന്നെ അവരുടെ കുട്ടി കുട്ടി മൂക്കുകൾക്ക് അവർക്ക് മാച്ച് ആയിട്ടുള്ള റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ മാച്ച് ആയിട്ടൊന്ന് കളർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. കാരണം നമ്മൾ ആദ്യം പെൻസിൽ വെച്ച് വരച്ചുകൊണ്ട് രണ്ടാമതൊരു പണിയായി. നമുക്ക് പെൻ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യമേ പെന്നോട് കോപ്പി ചെയ്യുകയാണെങ്കിൽ ഈ പരിപാടി ഒഴിഞ്ഞു കിട്ടിയിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് അവരുടെ ടീത്തും ഇയേഴ്സും എല്ലാം നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫ്രണ്ട് ബേസ് സെറ്റായി. ഇനി കുറച്ചുകൂടെ പണികളുണ്ടായില്ല. അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് ലബൂബു ബ്ലൈൻഡ് ബാഗ് എഴുതിയിട്ട് ഒന്ന് മാർക്കേഴ്സ് വെച്ചിട്ടൊന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഫ്രണ്ട് പേജ് സെറ്റായി. ഫ്രണ്ട് പേജ് കൊണ്ട് കാര്യമില്ലല്ലോ, എക്സ്ട്രാ ഒരു ബാക്ക് പോർഷനും കൂടെ ഉണ്ടെങ്കിലല്ലേ അതൊരു പാക്കറ്റായിട്ട് മാറുള്ളൂ. അതിനുവേണ്ടി അതേ സെയിമുള്ളൊരു A4 ഷീറ്റ് തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സെയിം സൈസിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സസ് ആയ പോർഷൻസ് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു പാക്കറ്റിൻ്റെ ഫോം ആയില്ലേ. ഇനി ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട്സ് വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വെച്ചിട്ട് റൗണ്ട്സ് വരച്ചെടുക്കുക കേട്ടോ. ഒന്ന് ഇഷ്ടമുള്ള ഓരോ കളേഴ്സ് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പിങ്ക്, ബ്ലൂ, യെല്ലോ അങ്ങനെ കുറച്ച് കളേഴ്സ് അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോയിൻറ്റ്സ് അതിലൊന്ന് എഴുതി കൊടുക്കുക. കോമൺ, ഡ്രയർ, എപ്പിക്, മിസ്റ്ററി, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസാണ്. എല്ലാം നമുക്കൊന്ന് ഇതുപോലെ മാർക്കേഴ്സ് വെച്ചിട്ട് തന്നെ ഒന്ന് എഴുതി കൊടുക്കാം. ഇങ്ങനെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എക്സസൈസ് പോർഷൻസ് നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന്. ഇതുപോലെ എക്സസൈസ് പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ബ്ലൈൻഡ് ബാഗിൻ്റെ പാക്കറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കിയാലോ? നെക്സ്റ്റ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് ഒരു സ്ക്വിഷിയാണ്. അതിന് വേണ്ടി ഒരു കുഞ്ഞ് ലബൂബുക്കുട്ടനെ നമ്മളിതുപോലെ ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പെൻസിൽ വിട്ടു വിട്ടാ ഇനി പെന്നോട് തന്നെ ഡയറക്റ്റ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കളർ ചെയ്താലോ? അങ്ങനെ കണ്ണിനും ഒരു ഔട്ടർ ലൈൻസൊക്കെ നമ്മളൊന്ന് മാർക്കർ വെച്ചൊന്ന് വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് കളർ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ, ഞാനിവിടെ ബ്ലൂ ആണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ട് അവൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടേപ്പും കോട്ടനും കൂടെ സെറ്റാകുമ്പോഴാണ് നമുക്ക് ആ സ്ക്വിഷിയുടെ സൗണ്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കോട്ടൺ വെച്ചിട്ട് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്വിഷി കാണുന്നില്ലേ? പിന്നെ നമ്മൾ ലക്കി നോട്ട് വിട്ടു പോകരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് ലക്കി നോട്ടൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ മിസറിയാണ് ചൂസ് ചെയ്തത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് അവർ ചൂസ് ചെയ്യാം കേട്ടോ. നോർമലി എപ്പിക്കാണ് കാണാറ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതുപോലെ ഇഷ്ടമുള്ളൊരു കളറും ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഹിഡൻ ബോക്സസ് വേണ്ടേ, കുറച്ചുകൂടെ പാക്കറ്റ്സ് വേണ്ടേ? അതിനുവേണ്ടി 2-3 ഇതുപോലെ പാക്കറ്റ്സ് ഞാനിവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ബ്ലൂ, പിങ്ക് യൂസ് ചെയ്തിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. ഇനി ഇവരൊക്കെ ഒന്ന് പാക്ക് ചെയ്താലോ? അതുകൊണ്ട് അതിനെ കൂട്ടിലാക്കാൻ പോകുന്നത് നമ്മളുടെ സ്ക്വിഷിയാണ്. ഇതുപോലെ ഒരു പാക്കറ്റ് എടുത്ത് അതിലേക്ക് നമ്മളുടെ സ്ക്വിഷിയിൽ ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മളെ പാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പെന്നാണ്. ലബൂബുക്കുട്ടനുമായിട്ട് ചെറിയൊരു സാമ്യം തോന്നുന്നില്ലേ? അപ്പോൾ ഇതുപോലൊരു പെന്ന് നമ്മൾ പാക്കറ്റിൽ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ സെക്കൻഡ് ഗിഫ്റ്റും സെറ്റായി. ഇനി അടുത്ത ആളാരാണെന്ന് മനസ്സിലായോ? നമ്മുടെ ലബൂബു. അതായത് നമ്മുടെ ലബൂബു ടോയ് തന്നെ നമുക്കതിൽ വെച്ച് കൊടുക്കാം.
ഇതേ നമ്മളുടെ 3 പാക്കറ്റ്സ് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്കുള്ള ബിഗ് ബാഗിലേക്കൊന്ന് സെറ്റാക്കണ്ടേ. നമ്മൾ ബിഗ് ബ്ലൈൻഡ് ബാഗിലേക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സീക്രട്ട് നോട്ട് വെച്ച് കൊടുക്കാൻ മറക്കരുതേ. ഫൈനലി നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അവസാനം നമ്മളിത് ക്ലോസ് ചെയ്ത് ഇതുപോലെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചോ ഒക്കെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ലബു ബാഗ് ഇവിടെ സെറ്റായി. നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ ഒരു സംഭവം വിട്ടുപോയിട്ടുണ്ടെന്ന്, അതെ ഇതാണ്. ഇതുപോലെ മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യേണ്ട പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കാണുമ്പോൾ ഒരു ഫിനിഷിങ് മാത്രം. ഇങ്ങനെയുണ്ട്. നമ്മുടെ ഫൈനലി നമ്മളുടെ സിമ്പിളായിട്ടുള്ള ലബു ബ്ലൈൻഡ് ബാഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.